എനിക്ക് അവനോട് പേഴ്സണലി യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന വെറും ഒരു കണ്ടന്റ് ആണ്. ഇവന്റെ കണ്ടന്റിനെ ഞാൻ റിയാക്ട് ചെയ്തു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇവൻ ഈ കണ്ടന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് റിയൽ ലൈഫിൽ അത് ബുദ്ധിമുട്ടുണ്ടാ. എനിക്ക് റിയൽ ലൈഫിൽ എനിക്ക് ഇവിടുന്ന് ഫീൽ ആവുന്ന കാര്യം മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നീയൊക്കെ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ എൻ്റെ മൗലിക അവകാശങ്ങളിലും എൻ്റെ ഫ്രീഡത്തിലും ആൾക്കാർ കയറി ഇടപെടുന്നുണ്ട് നിൻ്റെയൊക്കെ കണ്ടന്റ് കണ്ടിട്ട് മാത്രം. ഇപ്പം നീ ഒറ്റൊരുത്തനാണ് ഇത്രയും വലിയ റവല്യൂഷൻ സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയൂല. നിന്നെപ്പോലുള്ള ഓരോ ക്രമീകരണങ്ങളും കാരണം നല്ല ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പണി ചിലപ്പോൾ വരും, അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഓരോന്ന് ചെയ്യുക. പറമ്പിൽ പണിയെടുക്കുന്നവനാണേലും വാട്ടർ ടാങ്കിൽ പണിയെടുക്കുന്നതിനാണെങ്കിലും അറിവ് പറഞ്ഞാൽ അത് അറിവാണ്. അത് നിനക്ക് എടുക്കണ്ടേ, നീ എടുക്കണ്ട. അതിനെയൊക്കെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് ടാക്ടിക്കൽ മൂവ്. എന്ത് ടാക്ടിക്കൽ മൂവ് എന്ന് ഈ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ എന്തോ ഒരു ലോകത്ത് പെട്ടുകിടക്കുകയാണ്. ഞാൻ വേറെ ലോകത്ത് പെട്ട് കിടന്നോട്ടെ. എടാ നീ കാണിക്കുന്ന ടാക്ടിക്കൽ മൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിനക്കതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ആൾക്കാർ നല്ല രീതിയിൽ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പോഴത്തേക്കും നൈസായിട്ട് മാറിയിരുന്നിട്ട് പിന്നെയും ഓരോ പരിപാടി കാണിച്ചുകൊണ്ടെന്ന് പോക്കറ്റ് നിറയ്ക്കുന്ന പരിപാടി മാത്രം ചെയ്യുന്നവനാണ് നീ. ഒരു കണ്ടന്റ് എടുക്കുന്നു, അതിനെ ഏതൊക്കെ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാവോ അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കി പോക്കറ്റ് ഇടുന്നു. നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അല്ലെന്ന സാധനമായിപ്പോയി, അത്രേ പറയാനുള്ളൂ, അല്ലെന്ന സാധനം.